ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ജീബിന്റെ വീട്ടിലേക്ക് വിനീതിന്റെ വണ്ടി കയറുമ്പോൾ തന്നെ കണ്ടു. ഗാർഡന്റെ ഒരു മൂലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ടേബിളിന്റെ അടുത്തുള്ള കസേരയിൽ ജീബിൻ ഇരിക്കുന്നു. വിനീതിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വായുന്ന അർത്ഥത്തിൽ ജീബിൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. വിനീതന്റെ വണ്ടി കാർ പോർച്ചിലേക്ക് ഏറ്റിവെച്ച് ഫയലുമായി ജീബിന്റെ അടുത്തേക്ക് നടന്നു. ചെന്നപ്പോൾ തന്നെ വിനീത് തന്റെ കൈയുള്ള ഫയൽ ജീബിന് നേരെ നീട്ടി. ജീബിൻ അത് ഓരോ പേജുകളായി നോക്കി തുടങ്ങി. അപ്പോഴേക്കും ജീബിന്റെ ഭാര്യ രണ്ടുപേരും കഴിക്കാനുള്ള സ്നാക്സ് കൊണ്ടുവച്ചിരുന്നു. അപ്പൊ ഇയാൾ ഇത്തിരി പ്രശ്നക്കാരനാണല്ലേ? ജീബിൻ ആ ഫയലുള്ള ഭൈരവന്റെ ഫോട്ടോ വിനീതിനെ നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇയാൾ മാത്രമല്ല, ഇയാളിലും കൊടികുത്തിയ ഐറ്റങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഒരൊറ്റ എണ്ണം ജീവിച്ചിരിപ്പില്ലെന്ന് മാത്രം. ഇതിപ്പോ ഏതു ഭാഗത്താ ഇവരുടെ സ്ഥലം? ജീബിൻ ഫയൽ മടക്കി വെച്ചുകൊണ്ട് വിനീതിനെ നേരെ തിരിഞ്ഞു. ഇപ്പൊ താമസിക്കുന്ന ഏഴിലും തറവാടിന്റെ തൊട്ടടുത്താ. ആ തറവാടിലെ മകളുടെ ഭർത്താവാണ് ഭൈരവൻ, മകളുടെ കുട്ടി വൈദേഹി. ഭൈരവന്റെ യഥാർത്ഥ സ്ഥലം വടക്കെങ്ങുമാണ്, മീനാട്ടുകര, അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ പേര്. വളരെ പ്രാകൃതമായ 2-3 കുടുംബങ്ങൾ മാത്രം ജീവിച്ചിരുന്ന, എപ്പോഴും ഇരുട്ട് മൂടിക്കിടക്കുന്ന ഇടം. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ലാതെ വേറെ മനുഷ്യരൊന്നും അവിടെ പോയി താമസിക്കുകയില്ല. അവരുടെ രീതികളൊക്കെ വേറെയാ. പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം. അവർക്ക് ദൈവങ്ങളോ മതമോ അങ്ങനെയൊന്നുമില്ല. അവരാകെ ആരാധിക്കുന്ന ഒരു വസ്തു ബലിരൂപി എന്നൊരു സാധനമാണത്രേ. ആ ആരാധനയാണെങ്കിൽ കുറച്ച് കടുത്തതാ. കടുത്തെന്ന് വെച്ചോ? ജിബിൻ പുരികം ചുളിച്ചോട് ചോദിച്ചു. ബലി എന്ന് വെച്ചാൽ മനുഷ്യബലി. മനുഷ്യബലിയോ? ജിബിൻ ഞെട്ടിലോടെ ചോദിച്ചു. അതെ, മനുഷ്യബലി. അതിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകൾ മാത്രമേ അവർ ബലി കൊടുക്കുകയുള്ളൂ, അതും കല്യാണം കഴിഞ്ഞവരെ. പിന്നെ എന്തൊക്കെയോ വിശേഷണങ്ങളുണ്ട്. ഈ ഭൈരവ മീനാട്ടുകരയിലെ ബലികേന്ദ്രമായ കുറുമാലി തറവാട്ടിൽ അംഗമാണ്. ബലിക്ക് പേരുകേട്ട തറവാട്. സ്ത്രീകളെ ബലി കൊടുത്താൽ അവരുടെ കീർത്തിയും സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്ന വിശ്വാസം. അതിനായി അവർ കൃത്യമായ ഇടവേളകളിൽ സ്ത്രീകളെ ബലി കൊടുക്കുകയും ചെയ്യും. വിനീത് പറയുന്നതിനൊപ്പം തന്നെ ജിബിന്റെ കണ്ണുകൾ ഫയലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പുഴയുടെയും കുറുമാലി തറവാടിന്റെ ആ പരിസര പ്രദേശങ്ങളുടെയൊക്കെ പഴയകാല ഫോട്ടോഗ്രാഫുകൾ ആ ഫയലിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഒന്നുമില്ല കേട്ടോ. മീനാട്ടുകര മുഴുവനും നശിച്ചു. പ്രകൃതി ആ ദേശത്തെ മുഴുവനും നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കുറുമാലി തറവാടിന്റെ ഒന്നും കല്ലുപോലും ഇല്ല കണ്ടുപിടിക്കാൻ. അവിടേക്ക് ആ കാട് പിടിച്ചടക്കിയ. എന്നാൽ ഇപ്പോഴും നേരത്തെ പറഞ്ഞ് ആരാധിക്കുന്ന ആ സാധനത്തിന്റെ കല്ലുകളോ പ്രതിമയോ മറ്റോ ഉണ്ട്. ഇടയ്ക്ക് രാത്രികാലങ്ങൾ അവിടെ വെളിച്ചമൊക്കെ കാണാറുണ്ടെന്ന് മീൻപിടുത്തക്കാർ പറഞ്ഞറിഞ്ഞു. എന്നിട്ടിപ്പോ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഇയാളിങ്ങനെ ഈ ഏഴിലെത്തോന്നിയിരുന്നു. കാലം പുരോഗമിച്ചപ്പോ ആ നാട്ടിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പഠിക്കാൻ പോയാലും ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഇത് തന്നെയാ. അങ്ങനെ പഠിക്കാൻ പോയ കൂട്ടത്തിലുണ്ടായതാണ് ഭൈരവൻ. വൈദേഹിയുടെ അമ്മയാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച. ഇവര് പുറത്തേക്ക് വലിയ മാന്യന്മാരാ. അമ്പലത്തിൽ പോക്കും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് ആരെയും കൂട്ടരെ സംശയിക്കില്ല. വിനീത് പറയുന്നൊക്കെ ജീപ്പിന് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഒരു മഴക്കാലത്ത് ആ ദ്വീപ് പൂർണ്ണമായിട്ടും പുഴയെടുത്തു പോയി. ആരും രക്ഷപ്പെട്ടില്ല. പക്ഷെ വൈദേഹി അവരുടെ അമ്മ പ്രസവിച്ചെടുക്കുന്ന സമയത്തിനാൽ ഭൈരവൻ പുറത്തായിരുന്നു. അതുകൊണ്ട് അയാൾ മാത്രം രക്ഷപ്പെട്ടു. പിന്നെ അയാൾ ഏഴിൽ തന്നെ കൂടി. എന്തൊക്കെയോ ആഭിചാരക്രിയകളൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ കാശുമുണ്ട്. ഇതൊന്നും ആ തറവാട്ടിലുള്ളവർക്കറിയില്ലേ? ജിബിൻ സംശയത്തോടെ തിരക്കി. അവർക്കറിയില്ലായിരിക്കും. കാരണം ഇവര് പുറമേക്ക് വലിയ മാന്യന്മാരാണല്ലോ. ഈ ഭൈരവനൊരു സാത്വികനായിട്ട് അഭിനയിക്കുക. എനിക്ക് തോന്നുന്നു അയാൾ മകളെയും കൂട്ടുപിടിച്ചാണ് ഓരോന്നും ചെയ്തിട്ടുള്ളതെന്നാണ്. മിക്കവാറും മിസ്സിംഗ് ആയ സ്ത്രീകളാരും ഇപ്പൊ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. വിനീത് പറഞ്ഞു കേട്ട് ജിബിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. 5 സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അവർക്ക് ജീവനോടില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ വിനീത് നമ്മുടെ അടുത്ത കാര്യങ്ങൾ? ഇതിപ്പോ ഞാൻ കളക്ട് ചെയ്ത വിവരങ്ങൾ മാത്രമാണ്. ഒന്നിനും ഒരു എവിഡൻസും ഇല്ല. തെളിവെന്തെങ്കിലും കിട്ടണമെങ്കിൽ ഏഴിലത്ത് കയറണം. അവിടുത്തെ അടിവേര് തോണ്ടിയെടുക്കണം. എങ്കിൽ പിന്നെ തന്തയും മോളെയും സിമ്പിളായിട്ട് കൂട്ടാൻ പറ്റും. മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ബന്ധുക്കൾ കംപ്ലൈന്റ് എന്തുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ലേ? ഇല്ല, ഇപ്പൊ അതിന് സാധിക്കില്ല. 3 കംപ്ലൈന്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് ആ തറവാട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടേത്. പക്ഷേ അവർക്ക് ആർക്കും അവരെ സംശയമില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലും? അപ്പൊ പിന്നെ എന്താണ് വിനീത് നിന്റെ പ്ലാന്? ഞാൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ അന്വേഷണത്തില്ല. എന്തെങ്കിലും ഒന്ന് വീണിട്ടാതിരിക്കില്ല. ഇനി ഒരു സ്ത്രീ കൂടെ അവിടെ ഇരയാവാൻ ഞാൻ സമ്മതിക്കില്ല. അടുത്തതിനെ അവിടെ സെർച്ച് ചെയ്യാനുള്ള വാണ്ടി ഞാൻ ഒപ്പിക്കും. തന്തയും മകളെയും ഞാൻ പൂട്ടുകയും ചെയ്യും. വിനീത് ഉറപ്പോടെ പറയുന്ന കേട്ടപ്പോൾ അവനത് എന്തായാലും ചെയ്തേക്കുമെന്ന് ജിബിന് മനസ്സിലായി. തന്നെ കൊണ്ട് പറ്റുന്ന സഹായമെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ജിബിന് അവന് വാക്കുകൊടുത്തു. വൈദേഹി ഉപദേശിച്ചു കൊടുത്ത പ്രകാരം ജീവൻ തന്റെ ഫൈനാൻസ് കെട്ടിടവും അവിടുത്തെ രേഖകളെല്ലാം പണയം വെച്ചു. വൈദേഹി പറഞ്ഞ പോലെ നല്ലൊരു തുകയും കിട്ടി. വൈദേഹി ചോദിച്ച മുഴുവൻ തുകയും ജീവൻ അവിടെ കയ്യിലേൽപ്പിച്ചു. ഇനി ബാക്കിയുള്ള തുക ജിനിയുടെ കല്യാണത്തിനുള്ളതാണ്. വൈദി, ഈ കല്യാണ തിരക്ക് കഴിയുമ്പോഴേ നീ എന്നെ ഒന്ന് നമ്മുടെ സ്ഥലമൊക്കെ കാണിച്ചു തരണം. ഇത്രയും പൈസ കൊടുത്തല്ലേ, അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് കാണാനുള്ള കൊതിയോടെ ജീവൻ വൈദേഹിയോട് പറഞ്ഞു. ഇല്ലില്ല, അത് പറ്റില്ല. അത് മാത്രം ജീവനോട് പറയരുത്. പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞ് അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ കൊണ്ടുപോകാൻ ജീവൻ അവിടേക്ക്. കൊഞ്ചലോടെ വൈദേഹി പറഞ്ഞപ്പോൾ ജീവൻ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
ജിനിയുടെ കല്യാണം സുമതി രാഘവനും കൂടെ എഴുതിലെത്തുമെന്ന് വിളിച്ചിട്ടുണ്ട്. ജിനിയെ ഓർത്തെങ്കിൽ കല്യാണത്തിന് പോകണമെന്ന് മേഘ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് രേണുകയും പരമേശ്വരനും മേഘയും കൂട്ടി ടൗണിലെ ജ്വല്ലറിയിലേക്ക് പോയി. ഒരു നെക്ലസും ഒരു ജോഡി കമ്മലും 2 വളകളും 2 മോതിരങ്ങളും അടങ്ങിയ 10 പവൻ വരുന്ന ഒരു സെറ്റ് ജിനിക്ക് സമ്മാനമായി കൊടുക്കാനായി അവിടുന്ന് അവരെടുത്തു. കല്യാണത്തിന്റെ തലേന്ന് സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അവൻ പറഞ്ഞു കല്യാണത്തിന് അന്ന് രാവിലെ എത്തുകയുള്ളൂ എന്ന്. മേഘക്കാകെ നിരാശ തോന്നി. ഒരു ദിവസം നേരത്തെ അവൻ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു മേഘ. കല്യാണത്തിന്റെ തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിലും ജിനിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി രേണുകയും കൂട്ടി കല്യാണ വീട്ടിലേക്ക് പോകാമെന്ന് മേഘ തീരുമാനിച്ചിരുന്നു. കല്യാണത്തിന്റെ തലേന്ന് വൈദേയും പോകുന്നുണ്ട്. ജിനിയുടെയും ആവണിയുടെയും ഒക്കെ അഹങ്കാരത്തിന്റെ കാര്യം ആലോചിച്ചപ്പോൾ വൈദേഹിക്ക് പോകാൻ തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവനും സുമതിയും ചെല്ലാൻ പറഞ്ഞിട്ട് അവളെ വല്ലാതെ നിർബന്ധിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ പോകാമെന്ന് കരുതിയത്. കുറെ നാൾ ഛർദി പിടിച്ച കാരണം മേഘക്ക് നല്ല വിളർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തറവാട്ടമ്മയുടെ മേൽനോട്ടത്തിൽ മേഘയ്ക്ക് വേണ്ടി പ്രത്യേക രസായനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല കയ്പും ചവർപ്പും പുളിപ്പും ഒക്കെയുള്ള രസായനമായതുകൊണ്ട് മേഘയ്ക്ക് കുറച്ച് മടിയാണത് കഴിക്കാൻ. പക്ഷെ ആരോഗ്യം നന്നാൻ വേണ്ടി തറവാട്ടമ്മ മേഘയെ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുമായിരുന്നു. എന്നും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ് അത് കഴിക്കേണ്ടത്. ജിനിയുടെ വീട്ടിലേക്ക് പോകാൻ സാരി എടുക്കുമ്പോഴാണ് മേഘയ്ക്ക് രസായനത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. കുറച്ച് കഴിയുമ്പോൾ അച്ഛമ്മ എന്തായാലും കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് വിഷമാവും. സാരി എടുത്ത് കഴിഞ്ഞിട്ടില്ല, അടുക്കി പിൻ ചെയ്ത് വെക്കാൻ കൂടെയുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും മറന്നുപോകുന്ന കരുതി മേഘ സാരി 1 ലെയറായിട്ട് താഴേക്ക് ഇറങ്ങിച്ചത്. വെളിച്ചം തട്ടാ സൂക്ഷിക്കേണ്ടത് കാരണം അടുക്കളപ്പുറത്തുള്ള സ്റ്റോർ റൂമിലാണ് രസായനം ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ കേട്ടു രേണുക ഉഷയെ വഴക്ക് പറയുന്നത്. എന്താണ് നീ ഇതിൽ കലക്കിയത്? ഇനിയും വല്ല പരിപാടി നിനക്ക് പ്ലാൻ ഉണ്ടോ? ഇനിയും മേഘയെ കൊല്ലാനും ഗർഭം കലക്കാനൊക്കെ വൈദ്യ നിനക്ക് വല്ലതും തന്നോ? തന്റെ പേരും വൈദ്യയുടെ പേരും ഒക്കെ പറയുന്ന കേട്ടപ്പോൾ നെഞ്ചിരിപ്പോടെ മേഘ അവർക്കരികിലേക്ക് ഒന്നുകൂടെ ചെന്നു. രേണുകയും ഉഷയും രസായനം ഉണ്ടാക്കി വെച്ചിരുന്ന ഉരുളിയുടെ അരികിൽ നിൽക്കുകയാണ്. ഉഷയുടെ കയ്യിലെ കുഞ്ഞു പാത്രത്തിൽ എന്തോ ഇരിപ്പുണ്ട്. അയ്യോ ഇല്ല കുഞ്ഞെ, സത്യമായിട്ടില്ല. ഇതിന് നല്ല കയ്പൊക്കെ ഉള്ളതിനാൽ തറവാട്ടമ്മ പറഞ്ഞ ഇത്തിരി ശർക്കര പൊടി ചേർക്കാൻ. ഞാൻ അതേ ചെയ്തോളൂ. അന്നങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് ഇനി ആ യക്ഷിയുടെ വലയിൽ ഉഷ വീഴില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഇനി എന്നെ സംശയത്തോടെ നോക്കല്ലേ. വേണമെങ്കിൽ ഞാൻ ഇത് കുടിച്ച് കാണിച്ചു തരാം. അപ്പൊ മോൾക്ക് വിശ്വാസമാവല്ലോ. ഉഷ കരയുന്ന പോലെ പറയുകയാണ്. വേണ്ട വേണ്ട, എന്നെ ബോധിപ്പിക്കാൻ നീ മേഘമോളുടെ രസായനം എടുത്ത് കുടിക്കണ്ട. ചെയ്തു പോയ കാര്യങ്ങളൊന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനിയെങ്ങാനും എന്റെ കുട്ടിക്കെതിരെ അവളുടെ കൂടെ കൂടി എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാലുണ്ടല്ലോ. വിരൽ ചൂണ്ടി ഉഷയെ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് ഉഷ എന്തോ കണ്ട് പേടിക്കുന്ന പോലെ രേണുകൾക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ കണ്ണീരോടെ നിൽക്കുകയാണ് മേഘ. രേണുക ആകെ വിളറി വെളുത്തു. മകനും മരുമകളും ഒരിക്കലും അറിയരുതെന്ന് കരുതിയ കാര്യം ഇപ്പോഴിതാ പുറത്തായിരിക്കുന്നു. മോളെ, രേണുക മേഘയെ വിളിക്കുമ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിയിരുന്നു. ആകെ ഭയം നിൽക്കുന്ന ഉഷയെ ഒന്നുകൂടി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് രേണുകളുടെ പിന്നാലെ ഓടി. രേണുക ചെല്ലുമ്പോൾ മുറിയുടെ വാതിൽ ചാരിയിട്ടിരുന്നുള്ളൂ. അകത്ത് കയറി നോക്കിയപ്പോൾ കട്ടിൽ നിന്ന് കരയുകയാണ് മേഘ. മോളെ, എന്റെ പൊന്നു മോളല്ലേ, മോളിങ്ങനെ കിടന്ന് വിഷമിക്കുന്ന കാണാൻ വയ്യാഞ്ഞിട്ടാ അമ്മ മോളോടും സിദ്ധുവിനോടും ഒന്നും ഇതുവരെ അറിയിക്കാണ്ടിരുന്നു. രേണുക മേഘയുടെ തലയിൽ തലോടിയപ്പോൾ മേഘ കരച്ചിലോടെ മാറിലേക്ക് ചാഞ്ഞു. എന്നാൽ അവരെന്താ അമ്മ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന അച്ഛമ്മക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു ഒരു ഗുളിക തന്നിരുന്നു. അത് ഞാൻ വാങ്ങില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നത്. അന്ന് സിദ്ധുവേട്ടനും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. മേഘ പറഞ്ഞിട്ട് രേണുക ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ മോളെ? എന്നിട്ടെന്താ മോൾ ഇതൊരു അമ്മയോട് പറയേണ്ടിരുന്നു? അവൾക്ക് എന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്കൊരു കല്യാണം നോക്കാൻ. കല്യാണം കഴിച്ച് ഇവിടുന്ന് എവിടെയെങ്കിലും പോയി തൊലയട്ടെ. പിന്നെ എന്റെ മക്കൾക്ക് ശല്യം ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഉണ്ടായ അവൾ അച്ഛമ്മയുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറും. നമുക്കൊന്നും പറയാനും പറ്റില്ല. കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് എഴുതിയ അച്ഛമ്മയോട് ഇത് പറയാത്ത. അല്ലെങ്കിൽ അച്ഛമ്മ തന്നെ അവളെ പിടിച്ച് പുറത്താക്കിയേനെ. പിന്നെ അച്ഛമ്മക്ക് പ്രായമായതല്ലേ. ഇതൊക്കെ കേട്ട ആ പാവത്തിന് വല്ല അറ്റാക്കും വരും. വേണ്ട അമ്മേ, അച്ഛമ്മയൊന്നും അറിയിക്കേണ്ട. എന്നാലും അവരെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത്? വിങ്ങളോടെ മേഘ ചോദിച്ചപ്പോൾ വൈദേഹി ഉഷയുടെ കയ്യിൽ പൊടി കൊടുത്തു. ഉഷ അത് പാല് കലർത്തി മേഘക്ക് തന്നിരുന്നു. പിന്നീട് ഉഷ തന്നെ തന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ആ പൊടി തരം നിർത്തിയപ്പോൾ മേഘയുടെ ഛർദി മാറിയതും അങ്ങനെയെല്ലാം രേണുക മേഘക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് മേഘ വല്ലാതെ ഭയന്നുപോയി. മേഘയുടെ ഇരിപ്പ് മുഖഭാവമൊക്കെ കണ്ട് രേണുകയാകെ വിഷമിച്ചു പോയിരുന്നു. അവരവളുടെ കൈകൾ പതിയെ തലോടി. ഇനിയിപ്പോൾ കഴിഞ്ഞാൽ കഴിഞ്ഞ്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ആരും അറിയണ്ട, പ്രത്യേകിച്ച് സിദ്ധുവേട്ടൻ. മേഘ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ നീ മരിച്ചാലും കുഴപ്പമില്ല, സിദ്ധുവേട്ടൊന്നും അറിയാതിരുന്നാ മതി അല്ലേ? മുറിയുടെ വാതിൽക്കൽ നിന്നുള്ള ശബ്ദം കേട്ട് രേണുകയും മേഘയെ അങ്ങോട്ട് പകച്ചു നോക്കി. ബാഗുകളുമായി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് മേഘ ഭയത്തോടെ അവനെ നോക്കി. രേണുകയെ ഒരു കത്തുനിന്ന് നോട്ടം നോക്കി ആ മുറിയിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പാഞ്ഞു. ചെയ്യേണ്ട ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെന്നാൽ മതിയെന്നായി. അതുകൊണ്ടാണ് സമയം ഒത്തിരി വൈകിട്ടും അവിടുന്ന് ട്രെയിൻ കയറിയത്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ മേഘയെ മനഃപൂർവ്വം വിളിച്ചു പറയാതിരുന്ന തന്നെയാണ്. ആൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. അപ്രതീക്ഷിതമായി തന്നെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം നേരിട്ട് കാണണം.
പക്ഷേ ഇപ്പോൾ സർപ്രൈസായ തനിക്കാണ് മിണ്ടാവന്നുകൊണ്ട് ഇങ്ങനൊരു കാര്യം അറിയാൻ പറ്റി. അല്ലെങ്കിലും വൈദേഹിയുടെ ഈ ചതി താൻ ഒരിക്കലും അറിയില്ലായിരുന്നു. അമ്മയോ മേഘയോ ഒരിക്കലും തന്നോട് ഇത് പറയില്ല. എന്നാലും ആ ദ്രോഹി എത്ര നാളാ എൻ്റെ മേഘ കിടന്ന് അനുഭവിച്ച്. ഇന്ന് അവൾ ഇങ്ങനെ ചെയ്തു. നാളെ അവൾ മേഘക്ക് വല്ല വിഷം കൊടുത്തുള്ളില്ലെന്ന് എന്ത് ഉറപ്പാവുള്ളത്? സിധു തറവാട് വീടും കഴിഞ്ഞിറങ്ങിയപ്പോൾ അറിഞ്ഞു പിന്നിൽ ആരൊക്കെ ഓടി വരുന്ന ശബ്ദം. അമ്മയും മേഘയും തന്നെയാണ്, ഉറപ്പാണത്. അവൻ തിരിഞ്ഞു നോക്കാൻ തന്നെ പോയില്ല. സിദ്ധു! ചെമ്പരത്തിക്കാടും കഴിഞ്ഞവൻ പോയപ്പോൾ പുറകിൽ നിന്ന് രേണുക അവൻ ഉറക്കി വിളിച്ചു. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവളെ ഒന്നും ചെയ്യരുത്. അവൾക്ക് മുഴുത്ത ഭ്രാന്ത. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. വേണ്ട എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനല്ലേ, ഒരു കുഴപ്പമുണ്ടാക്കില്ലേ. അച്ഛൻ അറിഞ്ഞ ആകെ വിഷമിക്കും. ഞാൻ അവളോട് സംസാരിച്ചോളാം. ഇനി മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഉറപ്പ് വാങ്ങിക്കോളാം. ഇനി എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. രേണുക പറയുന്ന കേട്ടപ്പോൾ സിധു തിരിഞ്ഞു നിന്നു. രേണുകയുടെ പുറകിലായി തന്നെ മേഘം വരുന്നവനപ്പോൾ കണ്ടു. അപ്പൊ അച്ഛനും അറിഞ്ഞു. എന്നിട്ടാണല്ലോ ഇങ്ങനെ. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടെന്നാണെന്ന് വെച്ചാ ഞാൻ തന്നെ ചെയ്തോളാം. അവളുടെ ഭ്രാന്തൊക്കെ ഞാൻ ഇന്നത്തോടെ തീർക്കും. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അമ്മയായിപ്പോയി. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞു തന്നേനെ. ഞങ്ങളുടെ കല്യാണത്തിന് തലേദിവസം അവൾ എന്നോട് ചെയ്ത്. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് കാറ്റ് പോലെ വൈദ്യുതി പോയി. സിദ്ധാർത്ഥ് പറഞ്ഞു. രേണുക അവിടെ തന്നെ നിശ്ചലയായി നിന്നുപോയി. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും വൈദ്യയുടെ അവർക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. അപ്പോഴേക്കും മേഘ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മോളെ, ഒരു കാര്യം ചെയ്യും. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവൻ അവളെ കൊല്ലും. അച്ഛൻ കളപ്പുരയിൽ പണിക്കാർക്ക് കൂലിയെടുക്കാൻ പോയിട്ടുണ്ട്. മോളെ അച്ഛനെ വിളിച്ച് ഇങ്ങോട്ട് വായോ. ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലാം. രേണുക പറഞ്ഞപ്പോൾ മേഘ നേരെ കളപ്പുരയിലേക്ക് ഓടി. ജീവന്റെ വീട്ടിലേക്ക് പോകാനായി പട്ടുസാരി ഞൊറിഞ്ഞൊടുക്കിയായിരുന്നു വൈദേഹി. പർപ്പിൾ നിറത്തിൽ ഗോൾഡൻ നൂലുകൾ തുന്നിപ്പിടിപ്പിച്ച പട്ടുസാരി വൈദേഹിക്ക് ജീവൻ വാങ്ങിക്കൊടുത്തതാണ്. ആ സാരിയിൽ നിൽക്കുന്ന വൈദേഹി കണ്ടാൽ കല്യാണപ്പെണ്ണ് മാറി നിൽക്കും. അത്രയ്ക്ക് വിലപിടിപ്പും പകിട്ടുമുള്ളത്. കണ്ണുകൾ നീട്ടി വരച്ച് ചുണ്ടിൽ അല്പം ലിപ്പാം പുരട്ടി വൈദേഹി കണ്ണാടിയിലും നോക്കി. കൊള്ളാം. ആൾക്ക് തന്നെ അവളുടെ സൗന്ദര്യത്തിൽ മതിപ്പ് തോന്നി. മുടി പതിവ് പോലെ അഴിച്ചിട്ടിരിക്കുക തന്നെയാണ്. മേക്കപ്പ് ടേബിളിൽ വെച്ചിരിക്കുന്ന മുല്ലമാല അവൾ മടക്കിയെടുത്തു. അഴിച്ചിട്ട് നീണ്ട കനത്ത മുടിയിൽ സ്ലൈഡുകൾ കുത്തിയിറക്കി. അവൾ ആ മുല്ലമാല ഭംഗിയിൽ കൊരുത്തു വെച്ചു. ഈ രൂപത്തിൽ സിദ്ധു തന്നെ കണ്ടാൽ തീർച്ചയായിട്ടും മോഹിക്കും. മേഘയുടെ കഥ കഴിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. മൂക്കും കുത്തി വീണോളും കള്ളൻ. എന്നിട്ട് വേണം അവനത്ത് സുഖമായിട്ട് ജീവിക്കാൻ. ഇന്നോളം അവനോളം മോഹിപ്പിച്ചു ഒന്നും ഈ വൈദേഹിയുടെ ജീവിതത്തിലില്ല. ആ ഓർമ്മയിൽ തന്നെ വൈദേഹി പൊട്ടിച്ചിരിച്ചു പോയി. ഒരു മൂളിപ്പാട്ടും പാടി മുടിയിൽ മുല്ലമാല ഒന്നുകൂടെ ഉറപ്പിച്ചു നിർത്തുന്ന നേരമാണ് മുഖക്കണ്ണാടിയിൽ ഒരു രൂപം തെളിഞ്ഞ വൈദേഹി കണ്ടത്. അവളുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു. സിദ്ധു! അവൾ അത്ഭുതത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞു വിളിച്ചു. ഇതുവരെ അവൻ അങ്ങനെ മുറിയിലേക്കൊന്നും വന്നിട്ടില്ല. മുഖം കണ്ടിട്ട് അവൻ കലിപിടിച്ച് നിൽക്കുകയാണെന്ന് വൈദേഹിക്ക് മനസ്സിലായി. പക്ഷേ കാര്യം എന്താണെന്ന് ഒട്ടും മനസ്സിലായതുമില്ല. ഇനി ജീവനുമായിട്ടുള്ള തന്റെ ബന്ധം അവൻ എങ്ങനെ അറിഞ്ഞു കാണുമോ? അതെങ്ങാനും അവൻ ചോദ്യം ചെയ്താൽ അതിന് പറയാനുള്ള നുണയൊക്കെ ആലോചിച്ചുറപ്പിച്ച് വൈദേഹി അവന്റെ അടുത്തേക്ക് ചെന്നു. സിദ്ധു, എന്താ ഇവിടെ? ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. കണ്ണുകൾ വിടർത്തി വശ്യഭാവത്തോടെ വൈദേഹി പറയുന്ന കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവളോട് വല്ലാത്ത അറപ്പ് തോന്നി. ഒന്നും മിണ്ടാതെയുള്ള സിദ്ധാർത്ഥിന് നിൽപ്പ് കണ്ടപ്പോൾ വൈദേഹി അവന്റെ അരികിലേക്ക് ചെന്നു. കൈകൾ വീശി ഒരൊറ്റ അടിയായിരുന്നു സിദ്ധാർത്ഥ്. പെട്ടെന്നുള്ള അടിയിൽ വൈദേഹി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ അവളുടെ മൂക്കിന്മേലാണ് അവന്റെ കൈകൾ വന്ന് പതിച്ചത്. തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്ന പോലെ വൈദേഹിക്ക് തോന്നി. മൂക്ക് പൊത്തിപ്പിടിച്ചപ്പോൾ കൈകളിൽ രക്തത്തിന്റെ നനവ്, കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ അവൾ ഉറക്കി അലറിക്കരഞ്ഞു. ഡീ, നീ എന്റെ മേക്കുന്നടി കൊടുത്ത് കൊല്ലാൻ നോക്കിയതാണോ അവളെ? സിദ്ധാർത്ഥ് പറയുന്നത് ആ ബോധാവസ്ഥയിൽ വൈദേഹി കേൾക്കുന്നുണ്ടായിരുന്നു. ആ വേദനയിൽ അവൾ ഞെട്ടിപ്പോയി. താൻ രഹസ്യമായി ചെയ്ത കാര്യം ഇവൻ എങ്ങനെ? ആ ഉഷ ഉറ്റിക്കൊടുത്തു. വീണ്ടും സിദ്ധാർത്ഥ അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് ആരൊക്കെ ഓടി വരുന്ന ഒച്ച കേട്ടു. എടാ, നീ എന്റെ മോൾ എന്താടാ ചെയ്യുന്നത്? ഭൈരവനാണ്. വൈദേഹികൾ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് വന്നതായിരുന്നു അയാൾ. സിദ്ധാർത്ഥ അയാൾക്ക് നേരെ ആക്രോശിക്കുന്ന വൈദേഹി കേൾക്കുന്നുണ്ടായിരുന്നു. പിറകിലൂടെ രേണുകയുടെയും പരമേശ്വരന്റെയും മേഘയുടെയും ശബ്ദം അവൾ കേട്ടു. എല്ലാവരും കൂടെ അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന അവൾ അറിഞ്ഞു. പോകുന്ന പോകിൽ ഭൈരവനോട് അവൻ മേഘയുടെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ചെയ്തെല്ലാം വെള്ളത്തിലായി പോയി. ഇപ്പൊ എല്ലാവരും അറിയുകയും ചെയ്തു. വൈദേഹിക്ക് ആകെ നിരാശ തോന്നി. വേദനിക്കുന്ന മുഖവും പൊത്തിപ്പിടിച്ച് അവൾ ആ മുറിയുടെ മൗലിലിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. എന്നാലും ആ ഉഷ അവൾ വഴി തന്നെയായിരിക്കും എല്ലാവരും കാര്യം അറിഞ്ഞ്. അവൾ കൊടുക്കുന്നുണ്ട്. അവൾ ഒരിക്കലും മറക്കാത്ത ഒന്ന്. വൈദേഹിയുടെ കണ്ണുകളിൽ പകയാളി. പുറത്തെ ശബ്ദമൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. വന്ന പിശാചുകൾ പോയിട്ടുണ്ടാവും. കൈകളിൽ വല്ലാതെ നനവ് കൂടുന്നുണ്ട്. മൂക്കിലും തൊട്ടു നോക്കിയപ്പോൾ രക്തം കിനിഞ്ഞിറങ്ങുന്നു. വൈദേഹി പതുക്കെ ഇരുന്നിടത്ത് എഴുന്നേറ്റു. അഴിഞ്ഞുളഞ്ഞ സാരിയുമായി അവൾ ബാത്റൂമിലേക്ക് കയറി. മുഖം നന്നായി കഴുകി വാഷ് ബേസിന്റെ കണ്ണാടിയിലേക്ക് മുഖം നോക്കിയപ്പോഴാണ് വൈദേഹി ആകെ ഞെട്ടിപ്പോയത്. കൺതടമാകെ കറുത്ത് കണ്ണിന്റെ പോളയും കവിളുമൊക്കെ വല്ലാതെ വീർത്തിരിക്കുന്നു. ചുണ്ണിന്റെ ഒരു വശവും പൊട്ടിയിട്ടുണ്ട്. ഈ കോലത്തിലെങ്ങനെ ജീവന്റെ വീട്ടിലേക്ക് പോകും? വല്ലാതെ ആഗ്രഹിച്ചിരുന്നാണ് ഈ പോക്ക്. തലയിലെ മുല്ലമാല തന്നെ നോക്കി പല്ലെടുക്കുന്ന പോലെ വൈദേഹിക്ക് തോന്നി. കരയോടെ വലിച്ചെറിഞ്ഞ് വൈദേഹി ദൂരേക്ക് എറിഞ്ഞു. മുടിയൊക്കെ പാറിപ്പറന്ന് കണ്ണാടിയിൽ ഒരു ഭ്രാന്തിക്ക് സമമായ തന്റെ രൂപം നിൽക്കുന്ന വൈദേഹി കണ്ടു.
തന്റെ പ്രയത്നത്തിന് ആദ്യത്തെ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ കരഞ്ഞളർന്നിരിക്കാതെ അടുത്ത വഴി എത്രയും പെട്ടെന്ന് ആലോചിച്ചേ പറ്റൂ. വാഷ് ബേസിൽ കൈകുത്തി വൈദേഹി ആലോചനയോടെ നിന്നു. അപ്പോഴാണ് ചെറിയൊരു മണി കിലുങ്ങുന്ന പോലെയുള്ള ശബ്ദം വൈദേഹി കേൾക്കുന്നത്. അതെ, ആ പ്രത്യേക മണി ശബ്ദം തന്നെ. വൈദേഹി ബാത്റൂം തുറന്ന് സാരിയും വാരി പിടിച്ച് ഭൈരവന്റെ പ്രത്യേക പൂജാമുറിയിലേക്ക് ഓടിക്കയറി. 2 പ്രത്യേകതരം വാതിലുകൾ തുറന്ന് ആൾ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നേരിയ ചുവന്ന വെളിച്ചം നിറഞ്ഞ ആ മുറിയുടെ ബലിരൂപിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ മണികിലേക്ക് പ്രാർത്ഥിക്കുകയാണ് ഭൈരവൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.